അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസ്രായനാകുന്ന യേശുക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഓടിച്ച് പഠിച്ച് ധ്യാനിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരിലസിക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് നസ്രായനാകുന്ന യേശു. സ്ത്രീയുടെ സന്തതി മുതൽ അങ്ങോട്ട് ഓരോ പുസ്തകത്തിലും അങ്ങോട്ട് പരാമർശിക്കുക, അതൊക്കെ മനസ്സിരുത്തി ധ്യാനിച്ച് പഠിച്ചാൽ തന്നെ സന്തോഷമാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാന വ്യക്തി നസ്രായനാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാ? അവിടുന്ന് രക്ഷിതാവാ. ഇന്ന് രാത്രി ആ രക്ഷകനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് തിരുവചനമാണ്. ഈ സുവിശേഷ യോഗത്തില് ഇന്ന് രാത്രി ഇങ്ങനെ ദൈവവചനം സംസാരിപ്പാൻ ലഭിച്ച വലിയ പദവിയാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യം പറയാം. എന്തുവാ ഈ സുവിശേഷം? ഇത് സുവിശേഷ യോഗം, അങ്ങനല്ലേ? സുവിശേഷ യോഗമാണ്. എന്തുവാ? പ്രീച്ച് ദ ക്രൈസ്റ്റ്. അതാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ തെറ്റിയോ? ഞാൻ വായിച്ച തെറ്റിയോ? അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ ആയി പറയാൻ ഇപ്പോൾ ആയിരിക്കും കണ്ടത്. ഞാനും ഇപ്പോഴാ കണ്ടത്. അപ്പോൾ ഇവിടെ സുവിശേഷം. അതെ, എന്തുവാ ഈ സുവിശേഷം? മതം മാറ്റമല്ല, സഭമാറ്റവുമല്ല, സംഘടന മാറുന്നതുമല്ല, ബോർഡ് മാറ്റുന്നതുമല്ല, ആളെ കൂട്ടി പിള്ളേരുടെ ഭാഷ ഓളവും മേളവും ബഹളവും ഒന്നും ഉണ്ടാക്കുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല, ആയുധം കാട്ടി ഒരു 10:30 കഴിയുമ്പോൾ വിളിക്കാൻ പറ ദൈവദാസനെ. ആയുധം വീശി വടിവാള് ചുഴറ്റി ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്ന മാർഗമല്ല സുവിശേഷം. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സംഘടനയെ ചേരണം, ഇല്ലേ നിന്നെ കാച്ചിക്കളയും, അതല്ല സുവിശേഷം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം. 9-ന് നിർത്തണമെന്ന പോലീസ് അധികാരി പറഞ്ഞേക്കുന്നത് ആരുടെയും സ്വൈര്യം കെടുത്തുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചെന്നേ 11:45 പോസ്റ്റേ കെട്ടിവെച്ചിരിക്കുക, ചെറിയ ബോക്സ് വെച്ച അനത്തുക. എന്നാ കേട്ടിട്ടില്ലേ? നിങ്ങളാരും കേരളത്തിലല്ലയോ അതോ ലഡാക്കിൽ നിന്ന് വന്നതാണോ? 11:30 പോകുമ്പോൾ ഓരോ പോസ്റ്റേൽ ഒന്നട വിട്ടുള്ള പോസ്റ്റേൽ കെട്ടിവെച്ചിരിക്കുക. ഇന്നലെ ഞങ്ങൾ വന്നപ്പം സ്ഥലമൊന്നും പറയുന്നില്ല, പറഞ്ഞില്ലേ എന്നാണ്ട് പത്തനംതിട്ടയെന്ന് ഓമല്ലൂരില്ല സ്ഥലം തന്നെ നമ്മൾ ഇന്നലെ രാത്രി പോയേ. പുള്ളിക്ക് അങ്ങ് മറവിയല്ല, ഉദിമൂടല്ലടേ. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ പന്തളത്തിന് വരുമ്പം കൈപ്പട്ടൂരിന് പുറകിലൊരു സ്ഥലമുണ്ടല്ലോ. ഓമല്ലൂരാന്ന് തോന്നുന്നു, വലിയ അമ്പലമൊക്കെ ഉള്ളത്. ഞാൻ ഗ്ലാസ് താത്തേച്ച് ശബ്ദം ഇടം വരെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചു. 1.5 കിലോമീറ്റർ രാത്രി 11:30. നമുക്ക് 9 വരെ. 9 നമ്മുടെ ഉപദേശിമാർ തന്നെ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും. ഇവിടെ ഇരിക്കുന്ന കണ്ണട എടുത്ത് മടക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അത് കുറ്റമല്ല, നമുക്ക് അങ്ങനെ സമയം തരുന്നുള്ളൂ. മറ്റത് 11:30 ആയിട്ടും നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം. ഭീഷണി മുടക്കി മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷം. സഭ മാറ്റുന്നതുമല്ല, മതം മാറ്റുന്നതുമല്ല. പിന്നെന്തുവാ സുവിശേഷം? എപ്പോഴും ഞാൻ പറയും, സുവിശേഷം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസ്രായനാകുന്ന യേശുക്രിസ്തു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു, ഇന്നെല്ലാം വായിച്ചു തരണം. കാരണം ഇതിനകത്തുള്ളതായി പറയണമെന്ന് അറിയണമല്ലോ, അല്ലെ പറയുമായി വരുന്ന പറഞ്ഞതാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 എല്ലാം നമുക്ക് അറിവുള്ളതാണെങ്കിലും വായിച്ചോ മൈക്കൂടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. കണ്ടോ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാ സുവിശേഷം. ഇതാ സുവിശേഷം.
എന്തിനാണ് സുവിശേഷം? മുമ്പേ വായിച്ചല്ലോ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11. എല്ലാവരും രക്ഷപ്പെടണം. ഒരു വിഭാഗക്കാര്, ഒരു ദേശക്കാര്, ഒരു ഏരിയക്കാര്, ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, സകല ആൾക്കാരും രക്ഷപ്പെടണം. വെളുത്തവനോ കറുത്തവനോ പണ്ഡിതനോ പാപനോ കുചേലനോ കുബേരനോ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ നിലവാരമുള്ളവനോ നിലവാരം കുറഞ്ഞവനോ, ഇതൊക്കെ മനുഷ്യൻ തരംതിരിച്ചു വെച്ചിരിക്കുന്നതാ. ഇതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. സകല മനുഷ്യരും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. അല്ല ഒരു ജാതിയിൽപ്പെട്ടവര്, ഒരു മതത്തിൽപ്പെട്ടവര്, ഒരു വർഗത്തിൽപ്പെട്ടവര്, ഒരു വർണ്ണത്തിൽപ്പെട്ടവര്, ഒരു ജില്ലയിൽപ്പെട്ടവര്, ഒരു സംസ്ഥാനത്തിൽപ്പെട്ടവര്, ഒരു രാജ്യത്തിൽപ്പെട്ടവര് മാത്രമല്ല, ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും രക്ഷപ്പെടണം. അതെന്താ അങ്ങനെ? അതിന്റെ കാര്യം കൂടെ പറയാം. ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. നമ്മളെല്ലാം ഒറ്റയൊരുത്തന്റെ സന്തതി. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. ഹൃദയം നൂത്തിയിരിക്കുക. ആര് പറഞ്ഞു പാസ്റ്ററോട് ഒരുത്തൻ്റെ? ഞങ്ങള് പകലോമറ്റത്തെയാ. ആര് പറഞ്ഞു ഒരുത്തൻ്റെയാണ്? ഞങ്ങള് ശങ്കരപുറ്റിയിലെയാ. നിങ്ങളോ? ഞങ്ങൾ സിറിയായിൽ നിന്ന് വന്നതാ. ഗ്രാൻഡ് ഫാദർ. നിങ്ങളെവിടെ നിന്ന്? ഞങ്ങൾ സിറിയായിൽ ഉറഹായിൽ നിന്ന് വന്നതാ. നിങ്ങളോ? ഞങ്ങളുടെ അപ്പച്ചൻ അന്ത്യോക്യയിൽ നിന്ന് വന്നതാ. പിന്നെ നിന്നെ എവിടെ കുത്തിയിരിക്കുന്നേ? നിന്റെ ഈ ഊളം വർത്താനം നിർത്തിയേച്ചേ. വേറെ ആ വാക്യം തപ്പുകാരിക്കുമല്ലയോ? ഭൂതലത്തെങ്ങും കൂടിയിരിക്കുവാൻ അവരോട് തന്നെ നിന്ന് 7:38 ഒന്ന് വായിച്ചു. അതും കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ, ഇതിനകത്തുള്ളതാണ്. ഒന്ന് വായിച്ചേര്. കാറ്റടിക്കുന്നതുകൊണ്ട് താളങ്ങ് പറന്നു പോകുന്നു. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാരുടെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്തവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ടവനെ അടുത്തത് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അങ്ങനെ ആ വാക്യം വായിച്ച റെഫറൻസ് ഒന്ന് പറഞ്ഞേ. 38 വായിച്ചു. 38 ഇപ്പൊ 38 വായിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. മനുഷ്യജാതിയെയൊക്കെയും ഉളവാക്കി. ഒറ്റയൊരുത്തന്റെ സന്തതിയാ മുഴുവൻ. അമേരിക്കക്കാരനും കാനഡക്കാരനും ഓസ്ട്രേലിയക്കാരനും കേരളത്തിലുള്ളവനും ഗൾഫിലുള്ളവനും സകല എണ്ണം ഒറ്റയൊരുത്തന്റെ സന്തതിയാണെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെടാൻ ഈ മാർഗം വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. എന്തിനാണ് ഈ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരാണ് ഈ സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കണ്ടേ? കുറെ പേര് മാത്രം കേട്ടാ പോരാ, എല്ലാരും കേൾക്കണം. 49-ാമത്തെ സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യം, അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. സങ്കീർത്തനം 49-ന്റെ 1-ാം വാക്യം വായിച്ചു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. അപ്പം എല്ലാരും ഇത് കേൾക്കണം. നമ്മൾ മാത്രം കേട്ടാ പോരാ, എല്ലാരും കേൾക്കണം. എല്ലാരെയും കേൾപ്പിക്കണം. പക്ഷെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ എല്ലാരെയും കേൾപ്പിക്കത്തില്ല. തിരുവനന്തപുരം സൈഡിൽ ചെന്നാൽ അവര് കേൾപ്പിക്കും. മറ്റവര് വെച്ച പോലെ അവര് കേൾപ്പിക്കും. നല്ല സിസ്റ്റോമാ. ഇവിടെ വലിയ കുഴപ്പമില്ല. ചിലയിടത്താൽ അതും ഇതിപ്പം സിസ്റ്റം മോനെ നന്നായിട്ട് വർക്ക് ചെയ്യാന്ന് പറയാനും ഒക്കത്തില്ല. ഉടനെ അവൻ തെറി പറയും. ഈയിടെ പറഞ്ഞു തീരാഞ്ഞ് വന്നിട്ട് ബാക്കി അയച്ചും തന്നു. ഞാൻ വായിച്ചില്ല. ഞാൻ ചോദിച്ചേട്ടാ പുതിയ തെറി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അച്ഛാ പഴയത് തന്നെയാ, അവനെ മെയിൻറ്റെയിൻ ചെയ്ത്. അവന് പെന്തിക്കോസുകാരനാ.
പെന്തിക്കോസുകാരന്. ഇതെല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം, സുവിശേഷം കേൾക്കണം. അതന്നെ, ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. മറ്റ് വിഷയങ്ങളൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതൊന്നും അല്ല. ഇതെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാത്ത പിള്ളേരൊക്കെ ഇരിക്കുന്ന കണ്ടോ? അവൻ കാലും വെച്ചായിരിക്കുന്നതിൽ ഇരുന്ന് കേൾക്കുക. ഈ മോളുമൊക്കെ ഇരുന്ന് കേൾക്കാണ്ട, പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്, സമീപവാസികളും സ്ഥലവാസികളൊക്കെ കേൾക്കുക. അതിനെ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളത്തില്ല. ഇപ്പം മനോജ് മാസ്റ്ററും മോനും എല്ലാം കൂടെ ഒന്നിച്ചിരുന്നാ കേൾക്കുന്നത്, ഇതത് കേൾക്കാം. മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാനും പറയാനും കൊള്ളുകയില്ല. അതിലെ പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ പിള്ളേർ ചെല്ലുമ്പോൾ ചോദിക്കില്ലേ, എന്തുവാടാ മൂത്തവർ വർത്താനം പറയുന്നതിൻ്റെ കീഴെ? കാരണം മൂത്തവർ പറയുന്നതല്ല അത്രയാ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നോട് പലപ്പോഴും പറഞ്ഞോണ്ട്, പ്രായമുള്ളവർ വർത്താനം പറയുന്നതിൻ്റെ കീഴെ കയറി എന്നാ പോ, എന്നാ അടുത്ത പുള്ളി അവൻ പോയോന്ന് നോക്കി, പോയച്ചാ ഉണ്ടോ? ഇപ്പൊ നേരെ തിരിഞ്ഞ് പിള്ളേർ ചോദിക്കാം, എന്തോ അപ്പ ഞങ്ങൾ പിള്ളേർ പറയുന്നതിനിടെ പപ്പായോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൂട്ടുകാർ ഫ്രണ്ട്സ് സംസാരിക്കുന്നതിനിടെ എന്നാ അവൻ പറയാം, ഞാൻ ഓർക്കാപ്പുറത്തുനിന്ന് വന്നതാണ്. പോ ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളുന്ന വിഷയമൊന്നുമല്ല എല്ലാവരും പറയുന്നത്. പക്ഷെ സുവിശേഷം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാം. എല്ലാവരും കേൾക്കാൻ പറ്റുന്ന നല്ല വിഷയമാണ് സുവിശേഷം, സത്വർത്തമാനം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ് എല്ലാവർക്കും കേൾക്കാം. അതിനാ ഇത് കേൾക്കുമ്പോൾ തന്നെ മനോസുഖമല്ലേ? അതിനാ ഇത് സമാധാനമാണ്. സ്തോത്രം. തീ കോരിയിടുന്ന മാർഗമല്ലിത്. ദൈവത്തിന്റെ മകത്ത് സമാധാനം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പം സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കും എല്ലാം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന നല്ല വാർത്തയാ സുവിശേഷം. കാരണം ഇത് കേൾക്കുന്നവർക്കെല്ലാം വിടുതല. സുവിശേഷം യേശു ക്രിസ്തു. ഇത് കേൾക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകും. ഇത് കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകും. രോഗപീഠകൾ വലയുന്നവർ വന്നിരുന്ന് കേട്ടാൽ തിരിച്ചു പോകുമ്പോൾ സൗഖ്യത്തോടെ തിരിച്ചു പോകും. മനോഭാരത്തോടെ ഇരിക്കുന്നവർ ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ ഇന്ന് രാത്രി തിരിച്ചു പോകും. ആമൻ രട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആമൻ മുടന്തൻ സൗഖ്യമാകുന്ന മാർഗമാണ് സുവിശേഷം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന മാർഗമാണ്. ദൈവത്തിന്റെ മഹത്വം. എല്ലായിടത്തും പറയാൻ കൊള്ളാവുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. അതാ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. അടുത്തത് എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷത്തിന്റെ വിശേഷതയുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരിയുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ഞാനെപ്പോഴും പറയും സുവിശേഷത്തിന്റെ വിശേഷത പലതരം. 3 കാര്യം പറയാം. 3 കാര്യം എല്ലാം ഇപ്പം എണ്ണി പറയാൻ നേരവുമില്ല. സുവിശേഷത്തിന്റെ വിശേഷത 1, റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. സുവിശേഷത്തിന്റെ വിശേഷത റോമർ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റ വാക്യം പറയാം. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ആരെ രക്ഷിക്കുന്നു? സകല മനുഷ്യരെ രക്ഷിക്കും. ആ രക്ഷപ്പെടാൻ എന്തെങ്കിലും കൊടുക്കണോ? ഏത്തക്കൊല കൊടുക്കണോ? വേണ്ട. വാഴക്കൊല കൊടുക്കണോ? വേണ്ട. വസ്തു എഴുതി കൊടുക്കണോ? വേണ്ട. അരി കൊടുക്കണോ? അരിയും മണിയും തുണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. ആടിനെ വേണ്ട. കോഴിയെ വേണ്ട. ഒന്നും വേണ്ട. ആടും വേണ്ട, കോഴിയും വേണ്ട, പോത്തും വേണ്ട, ഒന്നും വേണ്ട. കാടപ്പക്ഷിയും കൊടുക്കണ്ട, മുട്ടയും കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഒരു ഭൗതിക സാധനം കൊണ്ട് കൊടുക്കണ്ട. ഇത് കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലല്ല, ഇതൊന്നും കൊടുത്താൽ ഏക്കുകയില്ല. ഒരു വാക്യം വായിച്ച മീഖ 6:6 പെട്ടെന്ന് വായിച്ചു. ഇതെല്ലാം ഉള്ളതായി പറയുന്നത്, അതിനായി വായിപ്പിക്കുന്നത്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തുമായിട്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നേ? ദൈവസന്നിധിയില്ലേ? 1-2 കാര്യം പറഞ്ഞു. അടുത്തത്,
ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? അങ്ങനെയുണ്ട്. അപ്പൊ തൈലം കൊണ്ട് കൊടുത്തിട്ട് ഗുണം വരികയല്ല, ആട്ടുകൊറ്റനെ കൊടുത്താലും ഗുണമില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്തോന്നും കൊണ്ടാ അങ്ങോട്ട് ചെല്ലുന്നത്? യോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇത് മുഴുവൻ ഉണ്ടാക്കിയ പുള്ളിയുടെ നീ എന്തോ കൊണ്ടിയല്ലാനാ? ജലജന്തുക്കൾ കൂട്ടമായിട്ട് ജനിക്കട്ടെ. ചൂട മുതല് തിമിങ്ങലം വരെ ഉണ്ടായി. ചൂടേന്നാ ഞങ്ങളുടെ അവിടെ പറഞ്ഞത്. ഇവിടെ എന്നാ പറയുന്നേ? നെത്തോലി. ചൂട ചേർത്ത് പീര വെക്കുന്നേ. കടലിലെ ഈ മഹാസമുദ്രത്തിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചൂട മുതൽ വലിയ കപ്പൽ വരെ വിഴുങ്ങാൻ കഴിവുള്ള തിമിങ്ങലം വരെ ഉണ്ടാകട്ടെ. ആ പുള്ളിയുടെ നീയെ 3 വാളയായിട്ട് ദൈവത്തിന് 3 വാള. 2-ാം സങ്കീർത്തനം 4 പറയുമ്പോൾ സ്വർഗത്തിരിക്കുന്ന ചിരിക്കുന്ന നിന്റെ വാള കണ്ടോണ്ട് തിമിങ്ങലം ഉണ്ടാക്കിച്ച് പുള്ളി മേളിൽ ഇരിക്കുക. അതും വയറ് വീർത്ത ചീഞ്ഞ വാള. മൃഗങ്ങളെല്ലാം ഉണ്ടാകട്ടെ, കാട്ടിലെ 1000 ജന്തുക്കൾ, ആന മുതല് അരണ വരെ. നടക്ക് 4000 മുടിക്ക് 3000 പണ്ടത്തെ കണക്ക്. ആനയ്ക്ക് നടക്ക് 4000, നഖത്തിനൊക്കെയാ. നടക്ക് 4000 മുടിക്ക് 3000. ആന അരിക്കൊമ്പം വരെ. അരിക്കമ്പനെ ഉണ്ടാക്കി വെച്ച് ദൈവം മേളിരിക്കാന്നില്ല നിന്റെ 2 മച്ചിപ്പശു. മനസ്സിലാകാടിയാന്നോ പൊട്ടം കളിച്ചിരിക്കുകയാണോ? ദൈവത്തിന് 2 ആട്. എന്തിന്? ആടാനെ കറവ പറ്റിയതാ. ഞാനാ പോലും ഒരു തുള്ളി പാല് വരികയല്ല. ദൈവത്തിന് നിന്റെ ആടും വേണ്ട, കോഴിയും വേണ്ട. കാട്ടുകോഴി എമ്പടി ആ കാട്ടി കിടക്കുന്നത്. എന്തായാലും ആ വസന്തം വന്ന 2 അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. അടുത്ത വാക്യമായിരു ചെല്ലണമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? നരബലി വേണ്ടെന്ന്. നരബലി അണ്ടേലും ദൂരം ഒരു തള്ള. ഇപ്പൊ ഞങ്ങൾ അതിലെയാ വന്നത്. തള്ള കണ്ടിച്ചേച്ച് ഇപ്പൊ എല്ലാം കണ്ടാന്ന് വന്നു. പകൽ സിംഗോ? അല്ല രാത്രി സിംഗാ, പകലൊന്നും അല്ല. ഇരുട്ട് സിംഗാ. മനുഷ്യകുരുതി. മനുഷ്യന്റെ പെടല് കണ്ടിക്കുമ്പോൾ പ്രസാദിക്കുന്നവനല്ല ദൈവം. മനുഷ്യനെ കൊന്നേച്ച് കൊടുവാളുമായിട്ട് ചെല്ലുമ്പം വത്സ ഞാൻ നിന്നെ പ്രസാദിച്ചു വത്സ. പിന്നെ കിൽസൻ ഇടപൊട്ട മനുഷ്യനെ കൊല്ലുമ്പം പ്രസാദിക്കുന്നയാളല്ല ദൈവം. അല്ല, മനുഷ്യന് ജീവൻ കൊടുക്കുന്നവനാ ദൈവം. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ ആട്ടുകൊറ്റനും വേണ്ട, കേളക്കിടാവും വേണ്ട, നിന്റെ നരബലിയും വേണ്ട. മന്ത്രവാദി വന്ന് പറഞ്ഞു പോലും കൊച്ചിനെ കണ്ടിച്ചാ മതി പ്രസാദം ഉണ്ടാകുമെന്ന്. അങ്ങനുണ്ട്. നിന്റെ ഉദരബലത്തെ ഒന്നും ചെയ്യരുത്. മന്ത്രവാദി വന്ന് പറയുക നിധി കിട്ടും, നിധി.
എന്ന് ഞാൻ പറയുന്നില്ല. അതിനാ നൊന്ത് പ്രസവിച്ച കൊച്ചിനെ കണ്ടിച്ചെന്ന് നിധി കിട്ടുവന്ന് കിട്ടിയല്ലോ. അവിടെ ചെന്ന് കിടക്കുമ്പം എല്ലാ ദിവസവും നീതി കിട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തെ ഇപ്പോൾ ഈ അന്ധവിശ്വാസമല്ല ഉണ്ടല്ലോ എന്നുള്ളതാ. അപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പോഴും പണ്ടൊരാൾ പറഞ്ഞ് എല്ലാ കാര്യവും പറയുമെന്ന് കൈ കാണിച്ചാൽ എല്ലാ കാര്യവും ഭാവി കാലമല്ല എല്ലാം പറയും. എല്ലാം പറയുമെന്ന് ചോദിച്ചു. എല്ലാം പറയുമെന്ന് പറഞ്ഞു. ആരുടെയും പറയുമെന്ന് പറഞ്ഞു. എല്ലാം പറയുമോ? വരാനുള്ളതും പറയുമെന്ന് ചോദിച്ചു. വരാനുള്ളതും പറയുമെന്ന് പറഞ്ഞു. ഭാവി കൈ ഒന്ന് തൂത്തച്ചൊരു ഒറ്റ അടി കൊടുത്ത് അയാളുടെ ചെവിക്കലിന്. ഇതെന്നാ പറയാഞ്ഞെന്ന് ഞാൻ അടിക്കുമെന്ന്. ഇങ്ങനെ ഒരാൾ രാവിലെ 10:30 വന്ന് ചെവിക്കല് തോന്നി എല്ലാം ഭാവിയും പറയുന്നതല്ലേ. പുള്ളി പുറകോട്ട് മാറുന്നു. ഞാൻ അടിക്കാൻ ചെല്ലുക. പാവത്താൻ എൻ്റെ ദൈവമേ, ഞാനങ്ങനൊന്നും ചെയ്യരുത്. എൻ്റെ കാർത്തിക ഈ മീറ്റത്തിരുന്ന് ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ച പോലെ ഞാനങ്ങനൊന്നും ചെയ്യരുത്. ധാരാളം മന്ത്രവാദികളും ആഭിചാരകന്മാരൊക്കെ ഇങ്ങനെയുണ്ട്. നരബലി, അയ്യോ ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. നരബലിയിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം, മൃഗബലിയിലും പ്രസാദിക്കുന്നവനല്ലെന്ന്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ആദികാതിനെ അർപ്പിക്കണോ? വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ എന്തും ആവശ്യം? അടുത്ത വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ. മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് കാണിച്ചു തന്നിരിക്കുക. എന്തുവാ? ന്യായം പ്രവർത്തിപ്പാൻ. ഒന്ന്, ഇതൊക്കെയാ ചെയ്യേണ്ടത്. ന്യായം പ്രവർത്തിക്കണം. ദയാതൽപനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെയാ ദൈവം ചോദിക്കുന്നത്. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. കാണിക്കുന്നതല്ല അന്യായമാ. എന്ന് വെച്ചാൽ രാവിലെ 5:30 കുർബാന, 10:30 ബെന്തിക്കോസിലും, നിർമ്മാലി ദർശനത്തിന് അമ്പലത്തിലും, ആണ്ടോടാണ്ട് മക്കയ്ക്കും. കാണിക്കുന്നതോ മിണ്ടുന്നില്ലല്ലോ ആരും. അവന്റെ അതിര് മാന്തി ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ കൊടുക്കാനുള്ളത് കൊടുക്കത്തില്ല. അപ്പം ചാകാറായപ്പം ചരിഞ്ഞു കിടന്നപ്പം കുറുക്ക് കൊടുത്തു ഒരമുക്ക് കള്ളയാധാരം. ഇതെല്ലാം ചെയ്തേച്ചേ കുമ്പനാട്ടി എന്നൊരു വലിയ തമ്പേറ് മേടിച്ച് കമത്തിട്ട് അടിക്കുക, തീ കത്തിക്കുക. മിക്കാറും നിന്നെ കത്തിക്കാൻ സാധ്യത. ന്യായം പ്രവർത്തിക്കണമെന്ന് അയലത്തുകാരോട്, സഹജീവികളോട്, സമൂഹത്തോട്, ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ ആക്കട്ടെ, മനുഷ്യനല്ലേ. ഏത് സഭയും ആയിക്കോട്ടെ, കത്തോലിക്കരോ യാക്കോബയോ മാർത്തോമയോ CSOയോ ആരും ആകട്ടെ, മനുഷ്യനല്ലേ. ചില ആൾക്കാര് അവനവന്റെ സഭക്കാരോട് മാത്രം ഭയങ്കര മമതയാ. ഇവനൊന്നും ഗുണം പിടിച്ചതല്ല അല്ലെന്ന്. ചിലക്ക് അങ്ങോട്ട് വിശുദ്ധി കയറി വെച്ച് പിന്നെ കൈ പോലും കൊടുക്കില്ല. ഇന്നാള് എനിക്കൊരാൾ ഒരു വിരലാ തന്നെ സങ്കടം വന്നു. ഒരു വിരല് പുള്ളി അങ്ങ് വിശുദ്ധിയുടെ അങ്ങ് അത്തിച്ചകോടി കയറി അതിന്റെ എന്തുവാ പരമകാഷ്ഠയിലെത്തിയ ആളാ. ഞാൻ വലിയ കാര്യത്തെ സ്തോത്രം. ഒരു വിരല്, 2 വിരല്, 2 ആകെ 3 പുള്ളി അങ്ങ് സങ്കടവും തോന്നി. പിന്നെ പോട്ടെന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പുള്ളി എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു വിരല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോടാ കുറച്ചുകൂടെ സ്നേഹം. പിന്നെ ഒരാൾ വന്നപ്പോൾ ഒന്നും കൊടുത്തില്ല. പുള്ളി വലിയ മേളിൽ കയറി നിൽക്കുക. ഈ കള്ളയാൽമീയ ഒന്നും നടിക്കരുത്. എടാ, സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നേ? ദൈവ സ്നേഹമല്ലേ. അപ്പുറത്തുകാരനായിട്ട് മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? രാവിലെ വേദപുസ്തകം എടുത്തോണ്ടുള്ള ഓട്ടം കാണണം. എവിടെ? കൊട്ടറ സഭയില്. നിങ്ങളെവിടെ? ഞങ്ങൾ ഉമ്മന്നൂര്. നിങ്ങളെവിടെ? ഞങ്ങൾ വെലങ്ങറ സെന്റർ. നിങ്ങളെവിടെ കൂടെ? ഞങ്ങൾ വാപ്പാല. ഈ ഏരിയയിലുള്ള സ്ഥലമാ. കേട്ടിട്ടില്ലേ? നിങ്ങളിരിപ്പോ ഞാനിപ്പോ പുതിയതായിട്ട് സ്ഥലം കണ്ട് ഉണ്ടാക്കിയതുപോലെ.
എല്ലാവരും ഉണ്ട് ഇവിടെ. എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നാ ഒത്തല്ലോ. ആ തത്തയിൽ എനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ കാണുന്ന സഹോദരനെ അല്ലേ സ്നേഹിക്കണ്ടേ? നീയാണോ കാണാത്ത ദൈവത്തെ? ദൈവ സ്നേഹമാ. സ്തോത്രം. ദൈവത്തിന് ആടും കോഴിയും മാടും ഒന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴി. ഇതൊക്കെയാ ദൈവം ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം. അല്ലാതെ നീ 101 പാട്ടുകാരെ നിർത്തി വമ്പം ക്രൂസ് കേട്ട് സ്വന്തം അനിയനോട് മിണ്ടുന്നില്ല. മുടുത്ത ബാഡ്ജുമൊക്കെ കൊട്ടി മുട്ടിന് താഴെയുള്ള ജിബ്ബായിട്ട് ചീസ്. കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ പരസ്യോഗം. സഹോദരനോട് മിണ്ടുകയല്ല. കന്യാകുമാരി മുനമ്പ് മുതൽ കാസർഗോഡിന്റെ അറ്റ ഉപ്പള. അത് ചെയ്തത് തെറ്റാന്നല്ല, നാളെയും ചെയ്തോണം. പക്ഷെ ഇതൂടെ ചെയ്തേച്ച് വേണം. ലോക്കൽ സഭയിലുള്ളവരോട് മിണ്ടുകയല്ല. എന്നുവെച്ചാൽ നേരെ ഉപ്പളയ്ക്ക് പോവുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എന്നെ ഒരു സങ്കടത്തോടെ ഇരിക്കുന്നത്. ഇത്ര കക്ഷികൾ ഒത്തിരി ഉണ്ടെന്ന്. ദൈവത്തിന് മഹത്വം. ദൈവ സ്നേഹമാണ്. നീ ന്യായം പ്രവർത്തിക്കണം. ഞാനും നിങ്ങൾ ന്യായം പ്രവർത്തിക്കണം. ദയാതൽപരരായിട്ടിരിക്കണം. മാത്രമല്ല സർവജ്ഞനായ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഇതാ ദൈവം ഇഷ്ടപ്പെടുന്നേ. അതെ, നമുക്ക് മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന്റെ മകത 9-നല്ലയോ നമ്മൾ നിർത്തുന്നത്? മതി. ആ വാച്ച് ഞാൻ തരും. ഒരു ഓടുന്ന വാച്ചും കറക്റ്റും ആയിരിക്കണം. ഇതിലിപ്പോ എത്ര? 8:30യോ? 8:35. 9 നിർത്തണോ അല്ലയോ? എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? അതാ റോമർ 1:16 വായിച്ചത്. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ആരെയും രക്ഷിക്കും, ഏത് വ്യക്തികളെയും രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതാ സുവിശേഷം. അപ്പം സുവിശേഷത്തിന്റെ വിശേഷത 1, രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. 2, സുവിശേഷം 3 കാര്യം പറയാതെ. സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 വായിച്ചു. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യം. ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. 6:14. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നീതി എന്ന കവചം ധരിച്ചും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ശ്രദ്ധിച്ചേ. സുവിശേഷത്തിന്റെ വിശേഷത 2. ഇത് സമാധാന സുവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം സമാധാനം തരുന്നതാ. ഇത് സമാധാനമാണ്. സുവിശേഷം യേശുക്രിസ്തുവാ, സമാധാനമാ. ക്രിസ്തു നമ്മുടെ സമാധാനം. മുറി അടച്ചിട്ട് പേടിച്ചിരുന്നപ്പോഴും വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തീ കോരിയിട്ടേച്ച് പോയതല്ല, നിങ്ങൾക്ക് സ്തോത്രം. നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ. പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനം. ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബത്തിന് സമാധാനം. ഒരു ദേശത്ത് ഈ സുവിശേഷം എത്തിയാൽ ദേശത്തിന് സമാധാനം.
രാജ്യാന്തരങ്ങളിൽ സുവിശേഷം എത്തിയിട്ടുണ്ടോ അവിടെല്ലാം സമാധാനമാ. സമാധാനത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കുന്ന മാർഗമാ സുവിശേഷം. തല്ലുണ്ടാക്കുന്ന മാർഗമല്ല, ആലോക്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, ജാതിയോടും രാജ്യത്തോടും ഒന്നും എതിർപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. സമാധാനമാണ്. കാരണം ശത്രുക്കളും പാപികളും ദോഷികളുമായിരുന്നവരെയും എല്ലാവരെയും ഒന്നിപ്പിച്ച മാർഗമാ സുവിശേഷം. പുസ്തകത്തിൽ വാക്യമുണ്ട്, ഇരുപക്ഷത്തെയും ഒന്നാക്കിയെന്ന, എന്നിട്ട് വേർപാടിൽ നിന്ന് അടിച്ചുവരെ ഇടിച്ചങ്ങ് കളഞ്ഞു. സ്തോത്രം, സ്തോത്രം. നിരപ്പിന്റെ ശുശ്രൂഷ, TPM-കാർ പാടുന്നൊരു പാട്ടുണ്ട്. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടും നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടും നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. സ്വയമതിലില്ല ഭയമതിലില്ല, താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോനായി. കൃപയിൽ നിറവായി കരുണമയനായി, കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൽ നിറവായി കരുണമയനായി, കാരുണ്യവാനായി രക്ഷകനായി. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഇരുപക്ഷത്തെയും ഒന്നാക്കി സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. മദ്യപിച്ച് ലെവല് കെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും അയലത്തുകാർക്കും ഒക്കെ സ്വസ്ഥത കെടുത്തി സ്വന്തം ഭാര്യ പോലും തലേ കൈവച്ച് പറഞ്ഞ ദൈവമേ മുടിഞ്ഞവന്റെ തലേ വെള്ളിടി വെട്ടണേന്ന് സ്വസ്ഥത കെട്ടപ്പോ പറഞ്ഞതാ. അത് ഞാൻ കേട്ടതുവാ. അതെ, സ്വൈരക്കേടാ എന്നും. പക്ഷെ ആ വ്യക്തി സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ച് സുവിശേഷം ഏറ്റെടുത്തു. പിന്നത്തേതിൽ ആ സഹോദരി പറഞ്ഞു, എന്റെ അച്ചായനെ പോലെ ഒരു നല്ല അച്ചായനെ കിട്ടാൻ പുളിക്കണമെന്ന്. എങ്ങനെയുണ്ട്? രണ്ടും ഈ സഹോദരൻ മറിയാ പറഞ്ഞേ. എന്റെ അച്ചായനെ പോലൊരു ഇത്തള്ള തന്നെ പണ്ട് പറഞ്ഞ കാലന്റെ തലേ വെള്ളിടി. പക്ഷെ ആ വ്യക്തിയിൽ സുവിശേഷം വന്നപ്പോൾ, സുവിശേഷം ഏറ്റെടുത്തപ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി, വീടിന് സമാധാനം ഉണ്ടായി. വെച്ച കഞ്ഞി പോലും പലപ്പോഴും കുടിച്ചിട്ടില്ല. പിള്ളേര് ഇത് എറിയുന്നത് പോലെ കലം ഇങ്ങനെ എറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അല്ല ഈ നമ്മുടെ എന്തുവാ അപ്പച്ചട്ടി അത് തന്നെ കലമൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെക്കും, കഴിക്കാനൊക്കെ കയറാം. പിള്ളേര് പേടിച്ച് കട്ടലിനടി കഥകിനിടയിൽ ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചേച്ച് കുനിച്ച് നിർത്തിയാക്കി ഇടിക്കുന്നത്. തള്ള ഇടയ്ക്ക് കയറിയപ്പോൾ തൂമ്പാക്കൈക്ക് തന്തയ്ക്കൊന്ന് കൊടുത്തു. കുടിച്ച് ലെവല് കെട്ട് നിൽക്കുകയല്ലേ, അടുക്കാനൊക്കെ തെറിയുടെ കൈലാസം മുഴുവൻ പ്രശ്നം. പക്ഷേ ആ കുടുംബത്തിൽ സുവിശേഷം എത്തി. എന്ത് സമാധാനമായി. ഇപ്പം പണ്ട് സന്ധ്യയ്ക്ക് പോകുമ്പോഴെല്ലാം കൊടുങ്ങല്ലൂർ സൈഡിലെ സാധനമാണ് പറയുന്നത്. അവിടെ ആണെന്നല്ലോ ചില പിന്നെ ഉള്ള അയ്യോ ആ സമയത്തൊന്നും അതിലേ പോകാതിരിക്കുന്നതാ. അള്ളയൊക്കെ നിന്നങ്ങ് അല്ല, സന്ധ്യയ്ക്ക് ഈ വീട്ടിൽ കൂടെ പോയാൽ അങ്ങനത്തെ തക്കിയാ കേൾക്കുന്നത്. ഇപ്പൊ അതിലേ പോകുമ്പോ എന്നാന്നറിയാമോ, സന്ധ്യയായി വിളക്കു വെച്ചു യേശുവേ നീ പാട്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു കേട്ടിട്ടില്ലേ പാട്ട്? എന്നാ കേൾക്കണ്ടോ, ചുമ്മാ അങ്ങനെ കേൾക്കണ്ടോ, ചുമ്മാ വന്നിരിക്കുകയല്ലേ. എന്നാ എല്ലാവർക്കും അറിയാവുന്ന ഒരെണ്ണം പാട്. ഇന്ന് പകൽ മുഴുവൻ
ഇപ്പൊ അതാ കേൾക്കുന്നത്. പണ്ട് പറവൂരിനപ്പുറത്തെ സ്ഥലത്തുള്ള സാധനമാ, ഇപ്പൊ കേൾക്കുന്ന ഇതാ. മനസ്സിലായോ? സുവിശേഷം വന്നത് കൊണ്ടാ. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഒരു ദേശത്ത് വന്നാൽ സുവിശേഷം വന്ന സമാധാനമാണ്. ഒരു ദേശത്ത് സുവിശേഷം എത്തിക്കഴിയുമ്പോൾ ആ ദേശം സമാധാനമാണ്. അടിപിടിയില്ല, അനാവശ്യമില്ല, തെറിവിളിയില്ല, അന്ത്യാമ്പ കലിങ്ക വന്ന് പമ്മിയിരുന്ന് ഓരോരുത്തരെ കൊണ്ട് വിടുകയല്ല. ഒന്നുമില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞ അടിച്ച് കോൺ തെറ്റി ഓടയെ കിടക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ ഇടവകയാണ്. കാരണം ഇടയല കയ്യാലയുടെ ഇതിൻ്റെ പൂയപ്പള്ളി ഇടവകയാണ്. അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷം വന്നു കഴിയുമ്പോൾ സമാധാനമാണ്. മനുഷ്യനെ കൊല്ലുന്ന മാർഗമല്ലിത്, തമ്മിൽ തല്ലിക്കുന്ന മാർഗമല്ല, വഴക്കുണ്ടാക്കുന്ന മാർഗമല്ല, ആയുധമെടുത്ത് അടരാടാൻ പഠിപ്പിക്കുന്ന ആയുധം ഉറയിലിടാനാ പറഞ്ഞ്. വാളെടുക്കരുത്, ഇട്. അതായത് സുവിശേഷം, ദൈവത്തിന് മഹത്വം. ഇതെവിടെ ചെന്നിട്ടുണ്ടോ അത് അവിടെ മുഴുവൻ സമാധാനമാണ്. സമാധാനം ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഉപദേശിമാർ ചിലയിടങ്ങളിൽ സുവിശേഷം പറയാൻ ഇങ്ങനെ മൈക്കുമായിട്ട് നിൽക്കുമ്പോൾ ചിലർ കണ്ടിട്ടില്ലേ, പുള്ളിയൊരു മൈക്കുമൊക്കെ സെറ്റ് ചെയ്താൽ ഒരു കടയിലെ കോണിക്കോ എവിടെ മൂല നടറോടി പോലും അല്ല ആ കടത്തിണ്ണയിലോ അവരോട് ചോദിച്ചു ഇവിടെ നിന്ന് നിന്നോ, അല്ല ഇവിടെ ഒന്ന് മാറി, ആർക്കും ശല്യമില്ലാതെ. തന്നെയല്ല നമ്മുടെ ആൾക്കാരെ ആരും കേൾക്കരുതെന്നും പറഞ്ഞാൽ പ്രസംഗിക്കുന്നത്. ആരും ഇല്ലാത്തടത്തുനിന്ന് പ്രസംഗിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു തെരുവില്ല. പുള്ളിയുടെ ഡ്യൂട്ടി അങ്ങ് ചെയ്യുന്നേ. രാവിലെ ഇറങ്ങുക, പുള്ളിക്ക് ഇത് കേൾക്കണമെന്നൊന്നും പുള്ളിക്ക് വിഷയമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആരും. എന്നിട്ട് നമുക്ക് പിന്നെ വാക്യമുണ്ട്, ആകാശമേ ഭൂമിയെ കേൾക്കുന്നുണ്ടെന്ന്. സകല ജാതികളും കേൾക്കണമെന്നാണ് എഴുതിയേക്കുന്നത്, അത് കേൾപ്പിക്കുകയല്ല. അപ്പൊ നമ്മുടെ ഉപദേശമാര് മിക്കവരും ഒന്ന് ആരും കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടല്ലേ ചെയ്യുന്നത്. രണ്ട് ഒഴിഞ്ഞ കോണില്ല, എന്നാലും നിർത്തുകയല്ല. ചില പൂവന്മാർ വന്നു ചോദിച്ചാലും സുവിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമായതല്ല. ഉടനെ നമ്മൾ ഇല്ലടാ ഞാനിവിടെ നടത്തും ചുണയുണ്ട് തടയിടാന്ന് ആരും പറയാറില്ല. ഉടനെ തന്നെ പാവത്താൻ ഇതെല്ലാം പറക്ക് കെട്ടി സമാധാന മാർഗമാണ്. അതേസമയം നിങ്ങൾ നോക്കിക്കേ, റോഡിന്റെ നടുക്ക് വിളക്കും കത്തിച്ച് ഡെസ്ക് വിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് ആരേലും നമ്മൾ ഒന്ന് പറഞ്ഞേ എന്തുവാടായി കാണിക്കുന്നത്? അങ്ങനെ പറയുമോ? പറയാൻ ചെല്ലുമോ? ചെന്നാൽ ഒരു നടക്ക് പോരുമോ? പോരുകയല്ല. അതെന്നാ? അത് സമാധാനത്തിന്റെ മാർഗമല്ല. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഒരടി കിട്ടിയാലും സ്തോത്രം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോരുക. തിരിച്ചടിക്കാനാക്കമില്ലാഞ്ഞിട്ടാണോ? ഒന്നൊക്കെ കൊടുക്കാം ഇല്ലേ? ഒരു 2-3 അടിക്കൊക്കെ ഉണ്ട്. ഒന്നല്ല, എന്നാൽ തിരിച്ച് തല്ലത്തില്ല. അതിന്റെ കാര്യം എന്നാ? പുള്ളി ആത്മാർത്ഥമായിട്ടൊരു താങ്ങിയ ഒരുമാതിരിപ്പെട്ടൊരു വീഴും, ചെയ്യത്തില്ല. അതെന്നാ? കയ്യിലിരിക്കുന്നതും അകത്തിരിക്കുന്നതും സമാധാനമാണ്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. ഈ മാർഗത്തിൽ വന്നവരെ അമ്മമ്മേ സമയമായില്ല, 9 കഴിയട്ടെ, ഞാൻ കണ്ടു നോക്കുന്നേ. ആയില്ല, ഞാൻ കണ്ടു നോക്കുന്നേ. താമസിച്ചാൽ ഇവർ വണ്ടിയെ കൊണ്ട് വിടും എവിടാന്ന് വെച്ചില്ലേ? എൻ്റെ വണ്ടിയെ ഞാൻ വിടാം, വണ്ടിയല്ലേ നടവാണെങ്കിൽ അവിടെ ഇരി. സുവിശേഷം എവിടെ ചെന്നാലും അവിടെ എല്ലാം സമാധാനമാണ്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, അലോഹ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല. ഈ മൈക്ക് അങ്ങോട്ട് തന്നാൽ നിങ്ങളെല്ലാം ഈ സാക്ഷ്യം പറയും, എൻ്റെ ദാസനെ ഒരു കാലത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കിടന്നതാ, എന്നാൽ ഈ സുവിശേഷം വന്ന് ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്. ഇപ്പൊ കഞ്ഞിയില്ലെങ്കിലും കാപ്പിയില്ലെങ്കിലും ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അതാ ഏറ്റവും വലുത്. ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. 3, വിവരിക്കുന്നില്ല. സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. കൊലോസ്യർ 1:3 വായിച്ചു. കൊലോസ്യർ 1:3 പെട്ടെന്ന് വായിച്ചു. സുവിശേഷത്തിന്റെ സത്യം
സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം മതി. അപ്പോൾ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഇത് പ്രത്യാശയുടെ മാർഗമാണ്. ഇങ്ങനെ ഒരു മാർഗം വേറെ ആർക്കും ഇല്ല. എന്തുവാ പ്രത്യാശ? എന്തുവാ പ്രത്യാശ? ഒത്തിരി ഉണ്ട്. പ്രത്യാശ ഒത്തിരി പറയാനുണ്ട്. ഈ പ്രത്യാശയ്ക്ക് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം ഭാഗ്യകരമായ പ്രത്യാശ എന്നാ. ഭാഗ്യകരമായ എന്തുവാ നമ്മുടെ പ്രത്യാശ? ഇരിപ്പ് കണ്ടിട്ട് ഒരു പ്രത്യാശ ഇല്ലാതാ പലരും ഇരിക്കുന്നത്. ആ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഇതുപോലൊരു ചതിവ്. എന്നാലും വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. ഇത് സുവിശേഷം പ്രത്യാശയുടെ മാർഗമാണ്. ഒത്തിരി കാര്യം നിന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താ പ്രത്യാശ? ഒന്നാമത്തെ പ്രത്യാശ, നമ്മുടെ കർത്താവ് പോയതുപോലെ തിരിച്ചു വരും. അതിലെ ഏറ്റവും വലിയ പ്രത്യാശ. പോയതുപോലെ തിരിച്ചു വരുമെന്ന് ഏത് വ്യക്തി പറഞ്ഞിട്ടുണ്ട്? പോയതുപോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പോകുമെന്ന് പറഞ്ഞിട്ട് പോകാതെ അത്രയൊക്കെ പറഞ്ഞിരുന്നോണ്ടില്ല, ഞാൻ പറയും. എനിക്കിതൊന്നും വിഷയമല്ല. ഞാൻ പലരും പോയിട്ട് ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാൻ നമ്മൾ ചോദിക്കല്ലേ, എന്തോ അപ്പച്ചൻ എപ്പോഴാ മരിച്ച? അപ്പച്ചന് 5:30 കൂടിയാ. എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അയ്യോ, സഭയിലൊക്കെ വന്ന് ഒത്തിരി പറയുമായിരുന്നല്ലോ, കമ്മിറ്റിയിലൊക്കെ കണ്ടമാനം പറയുന്ന ആളായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് അമ്മാമ്മയും വന്നായിരുന്നു. പുള്ളിക്കാരുടെ വല്ലതും പറഞ്ഞോ? ആ തങ്കമ്മാമ്മയുടെ തങ്കമ്മേന്ന് വിളിക്കാൻ വന്നതാ. ഇത്രേ ഉള്ളൂ. ഒന്നും പറയാതാ പോയത്. എന്നാ യേശുക്രിസ്തു അങ്ങനല്ല. അയ്യോ, അരുമ ശിഷ്യന്മാരെല്ലാം വിളിച്ച് അടുത്തിരുത്തി കാച്ചു പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞാൻ കളിപ്പിക്കാൻ നടക്കുന്നവനല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുക. അവിടെ ചെന്ന് സ്ഥലമൊരുക്കിയാൽ ഞാൻ അവിടെ തന്നെ കുത്തിയിരിക്കുകയല്ല. തിരിച്ചു വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് എന്റെ കൂടെ ഇരുത്തും. ഇതാ പ്രത്യാശ. എൻ പിതാവിൻ ഗൃഹം ഇൻപമേഴും പല, എൻ പിതാവിൻ ഗൃഹം ഇൻപമേഴും പല, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടുള്ള പോയി വരും ഞാൻ. അപ്പൊ നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞേച്ചാ പോയത്. അല്ലാതെ ഒന്നും ഉരിയാടാനോ മിണ്ടാനോ ഊമം തെറ്റിപ്പോയതല്ല. ഉണ്ടായിട്ടുമില്ല. നോക്കി നിൽക്കുമ്പോൾ ആ മേളിലോട്ട് പോയത്. നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ പുള്ളി എങ്ങനെയാ പറഞ്ഞ? എങ്ങോട്ടാന്നൊരു പിടുത്തോ. ഒരു സുപ്രഭാതത്തിൽ പുള്ളിയെ കാണുന്നില്ല. അങ്ങനൊന്നും അല്ല യേശു പോയത്. എന്ത് ക്ലിയറാ. ഞാൻ എപ്പോഴും പറയും, യേശു ക്രിസ്തു പോയത് അങ്ങനെ ഇരിക്കട്ടെ, വന്നതും അങ്ങനെ തന്നെയല്ലേ. എവിടെ നിന്നാ വന്നത്? എന്തുവാ ചെയ്തത്? എങ്ങോട്ടാ പോയത്? ഒരു വാക്യം വായിച്ച 16:28 യോഹന്നാൻ. ഇതെല്ലാം വാക്യം ഉണ്ട്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. 16:28 വായിച്ചു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് നോക്കേ, അവിടെ നിന്ന് അങ്ങോട്ട് വന്നത്. അതിനാ ബൈബിൾ മാറി വായിച്ചു. ഇല്ല, ഭാഷ വായിച്ചു. ആരെല്ലാം വായിച്ചു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വായിച്ചേ. നന്നായിരിക്കും. ദൈവം എന്തിക്കട്ടെ. വായിര്. ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, വന്നത് എവിടെ നിന്നാന്ന് എഴുതി? ഞാൻ പിതാവിന്റെ
അവിടുന്നാ വന്നേ. നിങ്ങൾ ഈ വേദപുസ്തകം മുഴുവൻ പഠിച്ചേ. യേശുക്രിസ്തു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ ജനിച്ചെന്ന്, വന്നെന്നാ പറഞ്ഞേക്കുന്നത്. മത്തായി എഴുതിയപ്പോൾ ജനിച്ചു ജനിച്ചു ജനിച്ചു, ഒടുവിൽ എഴുതി ജനിപ്പിച്ചു യേശുവിനെ. എന്നാൽ യേശു, നിങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഒറ്റ സ്ഥലത്ത് യേശു ഞാൻ ജനിച്ചത് ഇന്നതാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം വന്നെന്നാ. ഇവിടെ അങ്ങനെ ഞാൻ അനീഷ്കാവാലം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ യോഗത്തിന് ഇങ്ങോട്ട് യേശുക്രിസ്തു വന്നു, നേരത്തെ ഉണ്ടായിരുന്നു, അതാ അതിൻ്റെ അർത്ഥം. അല്ല അതൊരു സുപ്രഭാതത്തിൽ മുട്ടേന്ന് വിരിഞ്ഞുവെന്നും അല്ല. ദൈവം കളിക്കാനായിട്ട് പുള്ളി അല്ലല്ല, ഉണ്ടായിരുന്നു, വന്നെന്നാ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ മോനെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്, ജനിച്ചെന്നല്ല, അവിടുന്ന് എന്നെ വിളിച്ചു, പുറപ്പെട്ടു എന്ന്. പുറപ്പെട്ടു. എതിലെയാ വരുന്നത്? ഞാൻ പറഞ്ഞു ചിലപ്പോൾ മാളകത്ത് വന്ന് ചാടിയാ വരാൻ സാധ്യത. പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്ന ആൾ പെട്ടെന്നുണ്ടായതാണോ? ആളുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടു, അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ടു. പുറപ്പെട്ടു വന്നത് ഒരു കന്യകയുടെ ഗർഭപാത്രത്തില്. അപ്പൊ എവിടുന്നാ വന്നത്? അവിടുന്ന് പിതാവിന്റെ അടുക്കെന്ന്. ഒന്നുകൂടെ വായിച്ചേ മോനെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്, നോക്കിയേ, അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. വന്നിരിക്കുന്നു. അടുത്തത് പിന്നെയും ലോകത്തെ വിട്ട്, ഇനി ഇവിടുന്ന് പിന്നെയും വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. സംശയമൊന്നും വേണ്ട. എവിടുന്ന് വന്ന ആളാ, എങ്ങോട്ട് പോയോ, ഒന്നും വേണ്ട. അവിടുന്ന് വന്നു, ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് പിന്നെ കർത്താവ് തന്നെ പറഞ്ഞു വീണ്ടും ഞാൻ വരുമെന്ന്. ഇതല്ലേ പ്രത്യാശ? ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തു എന്തിനാ വന്നെന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കർത്താവ് വന്നത് എന്തിനാണെന്നറിയോ? മരിക്കാൻ വന്നതാ. അവിടുന്ന് വന്നത് നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാ, അല്ലേ? അതെ, എല്ലാവരും ജീവിക്കാൻ വന്നതാ, സമ്മതിക്കുകയല്ല. എല്ലാവരും ജീവിക്കാൻ വന്നത്. അതിനാ തെളിവ് 1-2 ഉദാഹരണം. മധുരം വിട്ട കാപ്പി വേണ്ട, മധുരം നല്ല മധുരമാണ്, വേണ്ട. അതിനാ കുറച്ച് നാളുകൂടെ യോഗം കഴിയുമ്പോൾ ഇച്ചിരി സാമ്പാറും അവിയലും ഇച്ചിരി നല്ല ചോറും പുൽനെല്ലിൻ്റെ ചോറും ഇച്ചിരി ഏറെ ഇലയിലോട്ട് വിളമ്പി ഇച്ചിരി കഴിക്കും. വേണ്ട, ഞാൻ രാത്രി അതിനാ കുറച്ച് നാളുകൂടെ. ഭാര്യയും ഭർത്താവും വെളുപ്പിനെ അച്ചാൻ്റെ കയ്യിലൊരു കുറുവടിയും നിക്കറും അമ്മാമയൊരു മിടിയും തലയിലും എല്ലാം കെട്ടിയത് ഇങ്ങനെ ഓടനാവട്ടം വഴി പൂയപ്പള്ളി വരെ. അതിനാ കുറച്ച് നാളുകൂടെ. അതാ ഞാൻ നിങ്ങളെല്ലാം ഇവിടെ വന്ന ജീവിക്കാനാ. എന്നാൽ യേശുക്രിസ്തു വന്നത് മരിക്കാനാ. അവിടുന്ന് പറഞ്ഞല്ലോ മരിക്കാൻ വന്നെന്ന്. വായിച്ചേ മോനെ, വായിച്ചേ. മരിക്കാനാ വന്നെന്ന്. അല്ല, 16 മത്തായി സുവിശേഷം 16:21 അല്ലേ? ഒന്ന് വായിച്ചേ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്നാ. നിർത്തിയുന്നില്ല, അന്ന് മുതൽ തുടങ്ങി. എന്തുവാ? ഞാൻ മരിക്കാൻ പോവാന്ന്, മരിക്കാൻ വന്നതാന്ന് പറഞ്ഞു തുടങ്ങി. മോനെ, മർക്കോസ് 8:31 വായിച്ചേ. എല്ലാം തിരുവഴുത്തിലുള്ള കാര്യമാണ്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. ഇതെല്ലാം യേശു ക്ലിയർ ആയിട്ട് പറഞ്ഞെന്ന്. ഇത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. മോനെ, ലൂക്കോസ് 18:31 വായിച്ചേ. അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലിയർ ആയിട്ടാ യേശു പറഞ്ഞത്. ഒരു വാക്യം കൂടെ വായിച്ചോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇത്രയും പോരാ, ഒന്നുകൂടെ വേണോ? ഒന്നുകൂടി ഇരിക്കട്ടെ. മത്തായി
17:22 വായിച്ചേ മോനെ. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. പിന്നെ അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനുണ്ട്? ഇനിയുണ്ട് വാക്യം. ഇനി വേണോ? സമയം പോയത് കൊണ്ടാ. ഞാൻ ഇപ്പൊ എത്ര വാക്യം അതിന് ഓരോ ഊളന്മാര് പറയാ വായി വരുന്ന പറയുമെന്ന്. ആ വായി വരുന്ന ഇതാ, അതാ വായിപ്പിച്ചേ. വാക്യമല്ലേ പറഞ്ഞേ? വളരെ ക്ലിയർ ആയിട്ട് യേശു പറഞ്ഞു. എന്തിനാ ഇങ്ങോട്ട് മനുഷ്യപുത്രൻ വന്നതെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു. എവിടുന്നാ വന്നെന്നും യോഹന്നാൻ 16:28 പറഞ്ഞു. വന്നത് എന്തിനാ? മരിക്കാൻ വന്നതാ. നിങ്ങൾ ആ ഭാഗം ശരിക്കും സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ അവിടുന്ന് പറഞ്ഞ് മരിക്കാൻ വന്നതാ. 1. 2, എവിടെ വെച്ചാ മരിക്കുന്നെന്നും പറഞ്ഞു, യെരൂശലേമിൽ. 3, എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു. മരിക്കുന്ന വിധം, തുപ്പി, തല്ലി, ആക്ഷേപിച്ച് കൊല്ലും വിധമൊക്കെ പറഞ്ഞു. 4, ആരാ കൊല്ലുന്നെന്നും പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഇവരായതിൻ്റെ അണിയറ പ്രവർത്തകർ. അതെല്ലാം ക്ലിയർ ആക്കി. യേശുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം ഇതൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ ശിഷ്യന്മാരോട് ആരോടും പറഞ്ഞില്ല. മഹാപുരോഹിതൻ്റെ കഴുത്ത് കണ്ടിക്കാൻ പറഞ്ഞില്ല. അവനായതിൻ്റെ മുഖ്യ ആള്. അവനെ ഈ വർഷം ഈ സെൻറ്ററിൽ നിർത്തരുത്, ന്യൂട്രൽ. അവനെ നമുക്ക് വല്ലതും അങ്ങനെ നമുക്കെതിരെ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ജോർജ് കുട്ടി മനസ്സിലായില്ല. യേശുക്രിസ്തു ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്തൊരു വിശേഷത പറയാം. നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. മനുഷ്യപുത്രൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, ചേർത്ത് പറഞ്ഞു ഉയർക്കുമെന്ന്. അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞ ആരുണ്ട്? ഈ പറഞ്ഞ വാക്യമെല്ലാം നിങ്ങൾ നോക്കിയേ, അവിടെ എല്ലാം അങ്ങനെ മോനെ എഴുതിക്കുന്നത്. മരിക്കുമെന്ന് പറഞ്ഞിട്ട് കുത്തില്ല. അങ്ങനെ ഒന്ന് വായിച്ചേ മോനെ. നീ തല കുലുക്കാതെ വായിച്ചതാ. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശുവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കൊല്ലുകയും കുത്തുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കണം. കൊല്ലുകയും 3-ാം നാൾ ഉയർക്കുകയും ചെയ്യും. അത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേ. അതേത് വാക്യാ വായിച്ചേ? മത്തായി 17. മത്തായി 16:21 വായിച്ചേ. 16:21 വായിച്ചു. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും. കുത്തുണ്ടോ? ഇല്ല. കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ് ഇല്ല. ലൂക്കോസ് 18:31 വായിച്ചേ. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ടവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ നിർത്തണ്ടോ? ഇല്ല. കൊല്ലുകയും 3-ാം നാൾ അവനെ ഉയർത്തുകയും. മർക്കോസ് 8:31 വായിച്ചേ. ഭൂതങ്ങൾ അവനോട്, മനുഷ്യപുത്രൻ പലത് സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് 3-ാം നാൾ ഉയർത്തെടുത്ത. ഇത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേക്കുന്നേ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? മരിക്കാൻ വന്നതാ. ആർക്ക് വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. എന്തിനാ? എന്നെ നിന്നെ രക്ഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മരിക്കുകയും ഫുൾ സ്റ്റോപ്പ് അല്ല, മരിക്കുകയും 3-ാം നാൾ ഉയർക്കുകയും ചെയ്യും. ഇന്നും അവിടുന്ന് ഉയർത്ത് ജീവിക്കുന്നവനാ. ഇതുപോലെ ഉന്നതനും മഹത്വവാനും മഹിമയുള്ളൊരുത്തം വന്നിട്ടില്ല, വരത്തുമില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറായനാകുന്ന യേശുക്രിസ്തു. അതാ സുവിശേഷം. സമയം എന്തുവായി? മതി. ഇതുപോലെ ഇത് മതി. ഇതിന്റെ ആവശ്യമുള്ളൂ. സുവിശേഷം ഇതാ. ദൈവത്തിന്റെ മഹത്വം. 5 മിനിറ്റ് കൊണ്ട് നിർത്തുക. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം.
2 സമാധാനം തരുന്ന മാർഗം, 3 പ്രത്യാശയുടെ മാർഗം. ആ പ്രത്യാശയായത് എന്തുവാ? യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും. ഇതാ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. നമ്മുടെ മാതാവ്, പിതാവ്, അപ്പൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മക്കൾ, വേണ്ടപ്പെട്ടവർ ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ അവര് ഈ ലോകം വിട്ട് കടന്നുപോയി. അഗാധമായ ദുഃഖമുണ്ട്, മനോവേദന ഉണ്ടാകും. നമ്മുടെ വേണ്ടപ്പെട്ടവർ പൊടുന്നനെ മാറ്റപ്പെടുമ്പോൾ ആർക്കാ മനോദുഃഖമില്ലാത്തത്? കരയും. പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുതെന്നേ ഉള്ളൂ. യേശു കരഞ്ഞല്ലോ കല്ലറയ്ക്ക് വന്ന്. ചില യേശുവിനേക്കാളും വലിയ മുടുക്കന്മാരുണ്ട്, വലിയ കീർവാണം പറയും. എൻ്റെ വൈഫ് മരിച്ചിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീർ കടുന്ന ഹൃദയമുള്ള ഒരുത്തൻ. കൂടെ പെമ്പള താമസിച്ചപ്പം കരയാതിരിക്കുന്ന നീയാണോ? എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചപ്പോൾ ഉള്ളത്തരം വർത്താനം പറയുന്നതിന്. അച്ചായി മരിച്ചപ്പോൾ ഞാൻ എന്നെ പോലൊരു കഠിനഹൃദയമുള്ള സ്ത്രീയെ. എടാ, പ്രിയനായ ലാസർ മരിച്ചപ്പോൾ യേശു കരഞ്ഞു. നീ യേശുവിനേക്കായാലും വലിയ അവൻ പറഞ്ഞു, യേശു ഒന്നും എൻ്റെ മുന്നിൽ, കൊട്ടറ ലീലാമ്മയുടെ മുന്നിൽ യേശു ഒന്നും. എന്നാ ചെയ്യാൻ? അയ്യോ, നമുക്ക് വേണ്ടപ്പെട്ടവർ കടന്നു പോകുമ്പം ദുഃഖമുണ്ടാകും. ചില കരയും. പക്ഷേ ആ കരയുമ്പോഴും വലിയ പ്രത്യാശയാ. ചിലരെ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണുനീര് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റൊന്നുമല്ല. പണ്ടൊരടക്കത്ത് ഞാൻ ഒരു ഉപദേശിച്ച് പറഞ്ഞു, മേരിക്കുട്ടി കരയാതെന്ന്. ഭർത്താവ് മരിച്ചു കിടക്കാം, 38-39 വയസ്സേ ഉള്ളൂ. അവര് പെട്ടെന്ന് മരിച്ചതല്ലേ, അവന് സങ്കടമില്ലേ? എൻ്റെ അച്ചായ ഒന്നും പറഞ്ഞു, അവര് അങ്ങ് സങ്കടത്തോടെ കരഞ്ഞു. എന്നെ ഉപദേശിച്ച് പറയാം. ഞാൻ പറഞ്ഞ താങ്കര, അവരല്ലേ കരയേണ്ടത്? കരയാണ്. അതൊക്കെ പറയേണ്ട മുടക്കേ ഉള്ളൂ, കരയരുതെന്ന്. കരഞ്ഞു. പക്ഷേ പൗലോസ് പ്രമാണം വെച്ചിട്ടുണ്ട്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, അല്ലെ ഭർത്താവ്, ഭാര്യ, വേണ്ടപ്പെട്ടവർ മൺമറഞ്ഞു. ദുഃഖമുണ്ടെങ്കിലും മൂടുപടമൊക്കെ ഇട്ട് സഹോദരിമാരും അല്ലെ സഹോദരന്മാരൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുക, വചന ശുശ്രൂഷയിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. കരച്ചിൽ വരാഞ്ഞിട്ടല്ല, ദുഃഖമില്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്തുവാന്നറിയാമോ? ആമേൻ. അധികം താമസം വിനാ നമ്മൾ ഇവരെ കാണുമെന്ന്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഉയർത്തുവരും. ആ ഉയർത്തു വരുന്നത് പട്ടിയായിട്ടും പാറ്റായിട്ടും കണ്ടംപൂച്ചയായിട്ടൊന്നുമല്ല. അപ്പച്ചനാന്നാ തോന്നുന്നത്. ഇവിടെ ചുമ്മാ ഊളത്തരവൊക്കെ പറയാതെ. മനസ്സിലാകുന്നില്ലേ? അച്ഛാന കേട്ടോ, അവിടെ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. പന്ന പട്ടി നിന്നെ നോക്കുകയാണ്. അച്ഛനാന്നോടാ പട്ടി. അയ്യോ, നമ്മുടെ പ്രത്യാശ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നും അല്ല വരുന്നേ. ആ കാളയിൽ അച്ചായനുണ്ടാ കാള. അച്ചായൻ കാളയുടെ ദേഹത്തും കയറുകയല്ല, പോത്തിന്റെ ദേഹത്തും കയറുകയല്ല. പറവയായിട്ടും വന്ന് പറന്ന് അമ്മച്ചിയാന്നാ തോന്നുന്നു കേട്ടോ. അമ്മച്ചി പറവയായിട്ടും വരികയില്ല, വലിയായിട്ടും ഒന്നും വരികയില്ല. പോയി അമ്മച്ചി ഈ ദ്രവത്വമുള്ള ശരീരം മാറി ദ്രവത്വമില്ലാത്തൊരു ശരീരവുമായിട്ട് ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു പുത്തൻ ശരീരം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. സാറ് ഒരു വരി ഇങ്ങനെ പാടി, പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ ദേഹം തകർ നീടുമേ, ദേഹം തകർ നീടുമേ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഈ ഭൂതിഗന്ധമുള്ള ദേഹം നഗരും. ഭൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത്
ദുർഗന്ധം ഉണ്ടാക്കുന്ന ദേഹവാ. ഇല്ലേ ഇല്ലേ മോനെ? ഉറക്കെ പറയടാ. ആൽവിൻ അല്ലേ? നമ്മുടെ ഈ ശരീരം ദുർഗന്ധം വരുത്തുന്നതാ. തെളിവ് യോടി തെളിവ് എന്നാ? ഒരാഴ്ച പല്ല് തേക്കാതിരുന്നേ. സ്തോത്രം സ്തോത്രം. ബ്രദർ എവിടുന്നാ വരുന്നേ? പല്ല് തേച്ചിട്ടൊക്കുന്നില്ല, പിന്നെ തേക്കാതെ. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. മരിച്ച പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചേ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ പരുവക്കേടാകും. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ഈ ശരീരം അങ്ങ് മാറും. നമ്മുടെ പ്രത്യാശ ഒരു പുത്തൻ ശരീരം ലഭിക്കും. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, അന്ന് ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഈ ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരും ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ എത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പച്ചക്കട മാംസം വേറെ, കന്നുകാലികട മാംസം വേറെ, മത്സ്യക്കട മാംസം വേറെ, മൃഗങ്കട മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യൻ അവൻ മണ്ണ് കൊണ്ടുള്ളവൻ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ആത്മീകമല്ല പ്രാകൃതമത്തെ. ആമേൻ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം ചേർന്ന് പറ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വാ. PYP അംഗങ്ങളോട് പറയാം, ഇത് വ്യർത്ഥമൊന്നുമല്ല കേട്ടോ. ചിലർ പറയും ഈ പിള്ളേരെല്ലാം കൂടെ എന്തിനാ ഇപ്പൊ യോഗം വെച്ചെന്ന്. അയ്യോ സഹോദരന്മാരെ, വ്യർത്ഥമല്ല. പൊട്ടന്മാര് പലതും പറയും. നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്വമാ. രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവശക്തിയാ. ഇത് മണ്ടത്തരമൊന്നുമല്ല, അബദ്ധമൊന്നുമല്ല. ഇന്ന് രാത്രി ഒരു വ്യക്തി ഇത് കേട്ടാ മതി. ഇത് അബദ്ധമല്ല, ഇത് ജയമാ. നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രത്യാശയുടെ മാർഗമാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തി. എടുത്ത വാക്യത്തിലൊന്നും വരാനൊത്തില്ലെന്നറിയാമെങ്കിലും ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. സ്തോത്രം. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാവല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും സന്തോഷമുണ്ട്. രണ്ടുപേരെങ്കിലും സുവിശേഷം കേൾക്കട്ടെ. ഇത് പ്രത്യാശയുടെ മാർഗമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്, രക്ഷയുടെ മാർഗമാണ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രത്യാശയോണ്ടിവിടം വിട്ടക്കരെ നടത്തിയ എത്ര